ഓക്കെ, തുടങ്ങിക്കോട്ടെ. ഈ ക്ലാസ് കൊണ്ട് ഇത് തീർക്കണം ആക്ച്വലി. നെക്സ്റ്റ്, ദ പവർ റേഡിയേറ്റഡ് ബൈ എ പോയിന്റ് ചാർജ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ഇലക്ട്രിക് ഡൈപോൾ, രണ്ടാമത് പറഞ്ഞു ഒരു മാഗ്നറ്റിക് ഡൈപോൾ, മൂന്നാമത് പറഞ്ഞു ഒരു ആർബിട്രറി സോഴ്സ്, നാലാമത് പറയുന്നത് ഒരു പോയിന്റ് ചാർജ്. അപ്പം നമ്മളുടെ ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 429 ടു 439 10 പേജുകളുണ്ട് വായിച്ച. അത്രയും പേജുകളിലൂടെ ഒരു ചാർജിന്റെ, ഒരു പോയിന്റ് ചാർജിന്റെ പൊസിഷൻ, അതിൻ്റെ ടൈം, അതിൻ്റെ റിട്ടാർഡഡ് ടൈം, അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കണ്ടുപിടിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഈ എസ്സേ തുടങ്ങുന്നത് ഇ എന്നും ബി എന്നും നേരെ തുടങ്ങുവാണ്. പവർ റേഡിയേറ്റഡ് ബൈ എ പോയിന്റ് ചാർജ്. ദിസ് ഹെഡിങ് ഈസ് അറ്റ് പേജ് നമ്പർ 460. ഇത്രയും ഭാഗം നിങ്ങൾ പഠിച്ചിട്ടില്ലായിരിക്കും അല്ലേ? പഠിച്ചിട്ടുണ്ടോ? ആർക്കും ഇല്ലല്ലോ? ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പം ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. നമുക്കിനി ഡെറൈവ് ചെയ്യാൻ പോകാൻ പറ്റില്ല. ഇയും ബിയും തുടങ്ങിയാൽ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ സമയം തീരില്ല. അപ്പം പിന്നെ ഈ 10 പേജിന്റെ ഡെറിവേഷൻ നമ്മൾക്ക് പ്രൂവ് ചെയ്യുക ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ വി ക്യാൻ സ്റ്റാർട്ട് ദിസ് എസ്സേ ലൈക്ക് ദിസ്. കൺസിഡർ എ പോയിന്റ് ചാർജ് Q. Consider a point charge small q. This small q is in arbitrary motion. ഒരു ചെറിയ മോഷനിലാണ് നമ്മൾ കരുതിയിരിക്കുന്ന ചാർജ്. എന്ന് വെച്ചാൽ നമ്മൾ റേഡിയേഷൻ പറഞ്ഞു ഇലക്ട്രിക് ഡൈപോൾ ആണ്, അത് വൈബ്രേറ്റ് ചെയ്യണം. മാഗ്നറ്റ് ഡൈപോൾ ആണ്, അതിലൂടെ കറണ്ട് പോകണം. അപ്പം ഒരു അങ്ങനെയുള്ള ഒരു മോഷനിലല്ലേ ഒരു ഇത് നമ്മളുടെ സോഴ്സിന് കിട്ടിയാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, അത് റേഡിയേഷൻ പുറത്തു തരുള്ളൂ. അതുകൊണ്ട് കൺസിഡർ എ ചാർജ് Q which is in an arbitrary motion. Then by Lennard-Wichard potential, അത് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലിനാർഡ്, LIENARD, ലിനാർഡ് വിച്ചാർഡ്, CHERT, ലിനാർഡ് വിച്ചാർഡ് പൊട്ടൻഷ്യൽ എന്നാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം, ബൈ ലിനാർഡ് വിച്ചാർഡ് പൊട്ടൻഷ്യൽ concept we can find out the electric field and magnetic field of this point charge. അങ്ങനെ നമ്മൾ ഇപ്പൊ പറഞ്ഞ പേജ് നമ്പർ 460 ഇത്രയും ഭാഗം എഴുതിയാലേ അതെങ്ങനെയാ വന്നു എന്ന് പറയാൻ പറ്റും. സോ ബൈ കൺസിഡറിങ്, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കാം സാർ. കേൾക്കാൻ പറ്റുന്നില്ലേ? പറയണം. ഇവിടെ മഴയാണ്, ഇപ്പം മഴ പെയ്യുന്നത് കൊണ്ട് സംതിങ് എനി ഡിഫിക്കൽറ്റീസ് ഉണ്ടായാൽ പറയാം. ഇപ്പൊ ലിനാർഡ് വിച്ചാർഡ് പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് we can write the electric field and magnetic field. The E at any position R at any time t is equal to Q by 4 pi epsilon 0. മറ്റൊരു വെക്ടറാണ് R by R dot U the whole cube into C square minus V square into U plus R cross U cross A. കുറെ കാര്യങ്ങൾ പറഞ്ഞു തരണം. എന്ന് വെച്ചാൽ നേരെ നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് എഴുതുക. ഇത്
നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പൊട്ടൻഷ്യലിൻ്റെ ഫിഗർ നമുക്ക് കൺസിഡർ ചെയ്യണം. അത് മീൻസ് പേജ് നമ്പർ 429 ഓർ 430 എടുക്കണം. അപ്പൊ അവിടെ പറയുന്നുണ്ട് ഒരു XYZ പ്ലെയിൻ. ഇവിടെ അത് വരച്ചാൽ നല്ല മാർക്ക് കിട്ടും കേട്ടോ. ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകരുത്. ഒരു XYZ പ്ലെയിൻ. Let's consider this is the x-axis, this is the y-axis, this is the z-axis. ഇനി നമ്മളിവിടെ കറണ്ട് കടന്നു പോകുന്ന ഒരു പാത്ത് അല്ലെങ്കിൽ ദിസ് പോയിന്റ് ചാർജിന്റെ ഒരു ട്രജക്ടറി കൺസിഡർ ചെയ്യുക. ട്രജക്ടറി എന്ന് പറഞ്ഞാൽ അതിന്റെ പാത്ത് ഇങ്ങനെ അങ്ങ് പോവാണ്. അപ്പം ദിസ് ഈസ് ദ ഇവിടെ ചാർജ് അല്ലേ, പോയിന്റ് ചാർജ് അല്ലേ, പോയിന്റ് ചാർജ്. ട്രജക്ടറി ഓഫ് എ പോയിന്റ് ചാർജ്. അപ്പൊ അതാണ് നമ്മുടെ പോയിന്റ് ചാർജ് Q എന്നിരിക്കട്ടെ. ഈ Q R എന്ന പൊസിഷനില്, ഇത് R എന്ന് പറയുന്ന പൊസിഷൻ, T എന്ന് പറയുന്ന സമയത്തിരിക്കുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് വരയ്ക്കുന്ന വെക്ടറാണ് നമ്മളുടെ R. ഏതാറ്? E ഓഫ് R എന്ന് എഴുതിയ R. ദിസ് R. അവിടുത്തെ ടൈമാണ് T. അങ്ങനെയെങ്കിൽ ഇതിന്റെ പൊസിഷൻ എഴുതുന്നത് W ഓഫ് ടി ആർ ഓർ ആർ ടി ഓർ ടി ആർ, ഇങ്ങനെ ഒരുമിച്ചൊക്കെ എഴുതും. അപ്പൊ W ഓഫ് ടി ആർ എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ. ഞാൻ പൊസിഷനെ കുറിച്ച് ഞാൻ പറയാ ചെയ്യുമ്പോൾ ഈ ചാർജ് ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ട് പോകുന്നു, ചാർജ് ഇങ്ങനെ പോകുന്നു, ഇവിടെ ഒരു പൊസിഷനിലെത്തി. മറ്റൊരു സമയമായപ്പം ആ പൊസിഷൻ ഫാക്ടർ അവിടുന്ന് മാറി ഇങ്ങോട്ട് വന്നു. അപ്പൊ അതിനെ R' അല്ലെ R എന്ന് തന്നെ നമുക്ക് എടുക്കാം. പക്ഷെ there is a difference അല്ലേ. ആ R എന്ന് പറഞ്ഞ വെക്ടറിന് ഒരു വ്യത്യാസം വന്നു. അതിനെ നമുക്ക് എത്ര വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ വെക്ടർ ഇത്ര വേരിയേഷൻ അതിൻ്റെ ലീനിയർ പാത്തിൽ വ്യത്യാസമുണ്ടായി. അതാണ് നമ്മൾ ഈ എഴുതിയ R. മനസ്സിലായ അർത്ഥന? രണ്ടാറും. This is from the origin to the point of charge. This is the position vector between two position of the charge or point charge at retarded time. ഇപ്പം നമ്മുടെ ചാർജ് ക്യൂവിൽ ഇരിക്കുവാണ്. ഈ ക്യൂ ഇവിടെ ഇരിക്കുവാണെങ്കിൽ, ഇവിടെ ഇരുന്നതിന് നമുക്ക് എന്നാന്ന് പറയാം, കുറെ നേരം മുമ്പ് ഇരുന്നു അല്ലേ. റിട്ടാർഡഡ് ടൈമിൽ ഇരുന്ന പൊസിഷനാണ് ദിസ് പൊസിഷൻ W of TR. That is the retarded position of the charge in a direct trajectory. This is the position of charge at a time T. Then this is the R vector from the origin, and these are represent the distance or trajectory vector distance between these 2 points. ഇതിപ്പോൾ ക്യൂയിലോട്ട് വരച്ച് ഈ ട്രജക്ടറി ഇങ്ങനെ മാറിക്കടന്ന് ഇവിടെ ക്യൂ വരയ്ക്കുന്നെങ്കിലും ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എളുപ്പത്തിന് ഉദ്ദേശിച്ചത്. പേജ് നമ്പർ 430 ഉണ്ട്. അപ്പം E of RT ഈസ് ഈക്വൽ ടു Q/4/0. പിന്നെ ആറിന്റെ ടേമിലേക്ക് വന്നു. R ഡിവൈഡഡ് ബൈ R ഡോട്ട് U ഓൾ ക്യൂബ് മൈനസ് C² മൈനസ് V² ഇൻറ്റു U പ്ലസ് R ക്രോസ് U ക്രോസ്. കുറച്ച് കാര്യങ്ങൾ പറയണം. ഇപ്പോൾ ദ ഫസ്റ്റ് ടേം, ദ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഫീൽഡ്. സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് താഴത്തോട്ട് എഴുതിയിട്ട് ദ വെലോസിറ്റി ഫീൽഡ്. ദിസ് ഈസ് ദ ആക്സലറേഷൻ ഫീൽഡ് or very important. This velocity field is considered as the generalized Coulomb field. Generalized Coulomb field. This acceleration field is called
റിട്ടാർഡേഷൻ ഫീൽഡ് എത്രമാത്രം വ്യത്യാസമുണ്ട്? റിട്ടാർഡേഷൻ ഫീൽഡ്. അപ്പൊ അതിന് രണ്ട് കമ്പൗണ്ട്. അപ്പൊ നമുക്ക് സി വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്നറിയാം, വി ഇതിന്റെ മോഷന്റെ സ്പീഡ് എന്നറിയാം. വാട്ട് ഈസ് യു? യു ഈസ് ഈക്വൽ ടു സി ആർ മൈനസ് വി. നമ്മുടെ ആറിന്റെ യൂണിറ്റ് വെക്ടർ ആട്ടോ സി മൈനസ് വി. എത്ര വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്, അതാണ് യു. അത് ഈ ആർ എങ്ങോട്ട് നിൽക്കുന്നു ആ ഡയറക്ഷനുള്ള വെലോസിറ്റി. സി നമുക്കറിയാം ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. സോ where u is equal to cr minus v, the first term is the velocity field, the second term is acceleration field. Similarly, the b of rt is equal to 1 by c into r unit vector r cross c. 1 by c into r cross c at position r and t. ഇത് തന്നെ ഇവിടെ. അതായത് ബിനെ ഇയുടെ ടേമിൽ എഴുതി അല്ലെ, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 1 by c into e ആണ് ബി. 1 by c into യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടി ആർ ക്രോസ് ഇ ഓഫ് ആർ ടി എന്ന് എഴുതി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. Now S equal to 1 by mu 0 into E cross B. ഈ അവിടെ നിൽക്കട്ടെ, ബി ചെറുത്, നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 by C into mu 0. ഇനി E cross B എന്ന് പറയുമ്പം എന്തുണ്ട്? E cross R cross E വരും അല്ലേ. അപ്പം E cross R cross E ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കും. നമ്മൾ പഠിച്ചതാ വേണ്ടല്ലേ, എ ക്രോസ് ബി ക്രോസ് സി. അതിന്റെ ഇക്വേഷൻ എന്നാ? എ ക്രോസ് ബി ക്രോസ് സി. ശരത്തെ, എ ക്രോസ് ബി ക്രോസ് സി അറിയാവോ? ശ്രുതി അറിയത്തില്ല. കുഴപ്പമൊന്നുമില്ല. ആര്യ, എ ക്രോസ് ബി ക്രോസ് സി നമ്മൾ ഫസ്റ്റ് അസംബ്ലി പഠിക്കുന്നതാണ് കേട്ടോ. എ ക്രോസ് ബി ക്രോസ് സി, ബി ഇൻറ്റു എ ഡോട്ട് സി മൈനസ് സി ഇൻറ്റു എ ഡോട്ട് ബി. വെക്ടർ തന്നെയല്ല. അപ്പൊ ഇവിടെ നമുക്ക് അതിന് പകരം എന്നാ കിടക്കും? ഇ ക്രോസ് ആർ ക്രോസ് സി ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ബിക്ക് പകരം കിടക്കണം ആർ ഇൻറ്റു ഇ ഡോട്ട് ഇ എന്ന് പറഞ്ഞാൽ ഇ സ്ക്വയറിന് എഴുതത്തില്ലേ? എഴുതാലോ അല്ലേ. യൂണിറ്റ് വെക്ടർ ആറാണ്. അപ്പൊ ഇത് ആറാണ്, യൂണിറ്റ് വെക്ടർ ആറാണ്. ആർ ഇ സ്ക്വയർ മൈനസ് സി എന്ന് പറയുന്നത് ഇ ഇൻറ്റു എ ഡോട്ട് ബി ഇ ഡോട്ട് ആർ ഓർ ആർ ഡോട്ട് ഇ എന്ന് എഴുതാം. സോ ആൻസർ എങ്ങനെ വരും? ദാറ്റ്സ് ഈക്വൽ ടു 1 by mu 0 c into e square r minus r dot e. തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല, യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട്. r dot e into e. That is equation number 3. മനസ്സിലായോ? ശ്രുതിക്ക് മനസ്സിലായി? ഇപ്പം മനസ്സിലായി സർ. കൺസെപ്റ്റുകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ വെലോസിറ്റി കമ്പോണന്റ് കൊണ്ട് അല്ലെങ്കിൽ വെലോസിറ്റി ഫീൽഡ് കൊണ്ട് ആക്സലറേഷൻ ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അല്ലെങ്കിൽ ജനറലൈസ്ഡ് കൂളോംബിക് ഫീൽഡ് കൊണ്ട് റിറ്റാർഡഡ് പൊട്ടൻഷ്യൽ ടേം ഉണ്ട്. ആർക്ക്? നമ്മളുടെ ഇ എന്ന് പറയുന്ന ടേം. ഈ ഇക്വേഷന്. അപ്പം എന്നിരുന്നാലും ഇത് രണ്ടും ഉണ്ടെങ്കിൽ പോലും ഈ എനർജി ഫ്ലക്സിന് കോൺട്രിബ്യൂഷൻ തരുന്നത് ആക്സലറേഷന്റെ ടേം മാത്രമേ ഉള്ളൂ.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നായിരിക്കും? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യം കൺസിഡർ ചെയ്യുമ്പം ഈ ടേം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടേം 0 ആയി പോകും. ഈ ടേം അതും അതിന് മുമ്പുള്ള പോർഷനിൽ പറയുന്നതാണ്. The electric field is only contributed by the acceleration field. അതായത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, to calculate the power, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത് നമ്മളുടെ ട്രജക്ടറി ഓഫ് ദ പാർട്ടിക്കിൾ, അത് റിച്ചാർഡ് ടൈമില് W ഇവിടെ അത് പിന്നെ ഇങ്ങോട്ട് മാറി, Q ഇങ്ങോട്ട് മാറിപ്പോന്നു. റിച്ചാർഡ് ടൈമില് അത് W ഓഫ് TR, അവിടെ ഇനി ഇത് T എന്ന് പറയുന്ന ടൈം, ഇപ്പോൾ നൗ T. റിച്ചാർഡ് ടൈം എന്ന് പറഞ്ഞാൽ നേരത്തെ പുറകിലത്തെ സമയത്ത്. ഇങ്ങനെയാ നമ്മളുടെ ചാർജിന്റെ ട്രജക്ടറി വരച്ചാൽ ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് നൗ, പൊസിഷൻ ഓഫ് ദ ചാർജ് ഓർ പ്രസന്റ് പൊസിഷൻ എഴുതാം, കുറച്ചുകൂടി വൃത്തിയാവും. ദിസ് ഈസ് ദ ഇതെന്നായിരിക്കും? പൊസിഷൻ ഓഫ് ദ ചാർജ് അറ്റ് റിച്ചാർഡ് ടൈം. ഇനി ഇത് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ചാർജ് റിച്ചാർഡ് ടൈമിൽ ഇരിക്കുന്ന പൊസിഷനെ അടിസ്ഥാനമാക്കി ഒരു ഹ്യൂജ് സിലിണ്ടർ വരയ്ക്കുക. എവിടം വരെ ഈ ചാർജിന് ഇൻഫ്ലുവൻസ് കിട്ടുമോ അത്രയും വലിയ സിലിണ്ടറും പോട്ടെ, ഒരു സ്പിയർ വരയ്ക്കുക. ആ സ്പിയറിന്റെ സെൻട്രലായിരിക്കും ഈ ചാർജ് ഇരിക്കുന്നത്. അതിന്റെ റേഡിയസ് ആകും നമ്മൾ ഈ പറഞ്ഞ R എന്ന് പറയുന്ന വാല്യൂ. ഏത്? ദിസ് ആർ നൗ കൺസിഡർ. ആ R വരുന്ന രീതിയിൽ കൺസിഡർ ചെയ്യുവാണ്. ആ R വരുന്ന ഒരു സ്പിയർ നിങ്ങൾ പുസ്തകം നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ധാരാളം കുത്തുകൾ ഇട്ടിട്ട് വെച്ചിട്ട് എവിടെ ഫീൽഡ് ലൈൻസ് അവിടെ ഉണ്ട്, അവിടം വരെ എത്തുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. T എന്ന് പറയുന്ന സമയത്ത് ഇവിടെയാണ്, പഴയ സമയത്ത് അല്ല റിച്ചാർഡ് ടൈമിൽ ഇവിടെയാണെങ്കിൽ ചേഞ്ച് ഇൻ ടൈം T മൈനസ് TR ഈസ് ഈക്വൽ ടു R/C ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ ഈ സ്പിയർ. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു, അല്ലെ, C ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഈസ് ഈക്വൽ ടു R/C. നമ്മൾ പറഞ്ഞു അപ്രോക്സിമേറ്റ്ലി C എന്ന് പറഞ്ഞ വെലോസിറ്റിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പം T മൈനസ് TR R/C ആകുന്ന സമയത്ത് ഈ റേഡിയേഷൻ ഈ R റേഡിയസ് ഉള്ള സ്പിയറിന്റെ എഡ്ജിലെത്തും. അതാണ് ഇതിന്റെ കൺസെപ്റ്റ് ഫിസിക്സ്. ദാറ്റ് മീൻസ് when T minus TR equal to R/C ആ വാല്യൂവിലാകുമ്പം the radiation produced from the charge at retarded time is reached to the surface of the sphere with the radius this R. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറയുന്ന പൊട്ടൻഷ്യലിന്റെ ഷേപ്പ്. ശരിയാണല്ലേ? ഒരു ചാർജ് സറൗണ്ട് ഇരിക്കുവാണെങ്കിൽ ഒരു പൊസിഷൻ എല്ലാ വശത്തോട്ട് ഫീൽഡ് ലൈൻസിനെ പുറത്തേക്ക് തരും. അപ്പൊ അതിനൊരു ബൗണ്ടറി ഉണ്ടായിരിക്കും. അപ്പൊ ഈ സമയത്ത് ഇത്രയും ഇവിടെ മുതൽ ഇവിടം വരെ സഞ്ചരിക്കുന്നിടം മുതൽ ഇത്രയും സ്ഥലത്തായിരിക്കും അതിന്റെ ഫീൽഡിന്റെ കോൺട്രിബ്യൂഷൻ. അത് കൺസിഡർ എ പോയിന്റ് ചാർജ് Q which is moving through a trajectory as in the figure. At the time T, this position, it is the figure, this is the present position.
ഇൻ എ റിട്ടാർഡഡ് ടൈം, നേരത്തെ മുൻപ്, ഇറ്റ്സ് പൊസിഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ഡബ്ല്യു ഓഫ് ടി ആർ. അപ്പം ടി ആർ എന്ന് എഴുതിയാൽ മതി, കോമ ഇടണ്ട. അപ്പം നമുക്ക് എഴുതാം ടി മൈനസ് ടി ആർ, ദറ്റ് ഈസ് എ റിട്ടാർഡഡ് ടൈം ഡിഫറൻസ്, ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു ആർ ബൈ സി. അതെങ്ങനെയാ വന്നേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് ഞാൻ നേരത്തെ തന്നിട്ട് ഉള്ളതുകൊണ്ടാണ് പിന്നെ എഴുതാത്ത. ടൈം അങ്ങ് പോയാൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ടൈം എന്ന് പറഞ്ഞാൽ ടി മൈനസ് ടി ആർ ആണെങ്കിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് അവിടെ ആർ ബൈ സി ആണെന്നിരിക്കെ. അങ്ങനെയാണെങ്കിൽ ഈ റിട്ടാർഡ് ടൈമിൽ ഇരിക്കുന്ന ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ചാപ്റ്ററിന്റെ പേര് റേഡിയേഷൻ, പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെ പുറത്തേക്ക് റെമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഒരു ഹ്യൂജ് സ്പിയറിന്റെ ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. വിത്ത് ഇറ്റ്സ് റേഡിയസ് ഈസ് ഈക്വൽ ടു ദിസ് ആർ. ഈ ആർ ഏതായിരുന്നു? റിട്ടാർഡഡ് ടൈമും അത് രണ്ടും തമ്മിലുള്ള സമയത്തേക്ക് പൊസിഷൻ വെക്ടർ വരച്ചാൽ അത് തമ്മിൽ യോജിപ്പിക്കുന്ന വെക്ടർ, ആ വാല്യൂ, ആ റേഡിയസ് വാല്യൂയുള്ള ഒരു ഹ്യൂജ് സ്പിയറിന്റെ എല്ലാ സറൗണ്ടിങ്സിലും, എല്ലാ ചുറ്റളവിലും അത് നമുക്ക് ഈ പൊട്ടൻഷ്യലിനെ തരും. ഇ ആയി, ബി ആയി, റിട്ടാർഡഡ് ടൈം ആയി അല്ലേ? ഇനി ഞാൻ പറഞ്ഞു നൗ ഓൺലി കൺസിഡർ, നമുക്ക് പോയിന്റിംഗ് വെക്ടർ എസ് കണ്ടുപിടിക്കാൻ നേരത്ത് by calculation of the S, we only required the term 1 by r square. 1 by r square എന്നുള്ള ടേം മാത്രം നമുക്ക് മതി. അപ്പം ഇവിടെ നമുക്ക് ഇവിടെ ഒരു ആർ ക്യൂബിന്റെ ടേം വരും അല്ലേ? പിന്നെയോ ഈ സീനെ എഴുതുവാണെങ്കിൽ ടി മൈനസ് ടി ആർ സി ആണെങ്കിൽ ഇവിടെ ഒരു ആർ ബൈ സി വരും. അപ്പൊ എങ്ങനെ വരും? ഇവിടെ നമുക്ക് എങ്ങനെ വരും? ആർ ക്രോസ് ഈ യുവിന് പകരം നമുക്ക് എന്നാ നമ്മൾ എഴുതിയേ? യുവിന് പകരം ഒരു സി ആർ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കുണ്ട്. ഈ ടൈം നിങ്ങൾ നോക്കിയാൽ മതി. നൗ കൺസിഡർ സെക്കൻഡ് പവർ വരുന്ന ടൈം എടുക്കുക. ദാറ്റ് മീൻസ് ദ പോയിന്റിംഗ് വെക്ടർ gives the radiation is only due to the acceleration field. The pointing vector നമ്മൾ കാണാൻ പോകുന്ന എസ്, pointing vector only gives the radiation due to this acceleration field. അപ്പൊ ഇക്വേഷൻ ഒന്നിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം? ഇതേ ഇൻറ്റു ഇത് 0 ആയി പോകും, പിന്നെ ഇതേ ഇൻറ്റു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും ടൈം 0 ആയി പോകും. Now this equation is like this: q by 4 pi epsilon 0 r by r dot q all cube into r cross u cross a. കിട്ടിയോ ഇക്വേഷൻ? ആക്സലറേഷൻ ഫീൽഡ് മറ്റത് മൂലമുള്ള ടേം അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്തിട്ട് ആക്സലറേഷൻ ഫീൽഡ് അല്ലെ റിട്ടാർഡഡ് ഫീൽഡ് മൂലം മാത്രമുള്ള നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് എഴുതി. സോ ദിസ് ഇക്വേഷൻ ബിക്കം ഇ ഓഫ് ആർ ടി ഈസ്, ഒന്നോടെ എഴുതേണ്ടെന്ന് ഓർത്ത് ഇൻറ്റു കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഇ ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ബൈ ആർ ഡോട്ട് ക്യൂ ഓൾ ക്യൂ ഇൻറ്റു ആർ ക്രോസ് യു ക്രോസ് എ. ഇനി അല്ലെങ്കിൽ നമുക്കൊരു മാർഗമുണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, ഇതിന്റെ അർത്ഥം എന്നാ? കുറെ ഫിസിക്സ് ഉണ്ട്. ഈ ആർ ക്രോസ് യു ക്രോസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ
ആർ ക്രോസ് യു ക്രോസ് എ. അങ്ങനെ കേട്ടെ, ഈ ആർ എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലേ, എന്നാലേ എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ആർ എന്ന് പറയുന്നത് എസ് എഴുതിയപ്പം എസ് ഈക്വൽ ടു എസിന്റെ ഇക്വേഷൻ വായിക്കുക 1/μ0c ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞ് എസ് ഈക്വൽ ടു 1/μ0c E square r ഇ cap സ്ക്വയർ ആർ ക്യാപ് minus മൈനസ് r cap dot e ആർ ഡോട്ട് ഇ ഇൻറ്റു ഇ. ഇവിടെ എ ക്രോസ് ബി എ ബി സൈൻ തീറ്റ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലേ, അതായത് പോയിന്റിംഗ് വെക്ടറിൽ ഇവിടെ നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഈ എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്നാണ് ആർ ഡോട്ട് ടി എന്ന് പറയുമ്പം ആർ ഇ കോസ് തീറ്റ. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഈ ടൈം എത്രയായി പോവും, ഇവിടെ എത്രയായി പോവും, കോസ് 90 എത്രയാ, 0. അപ്പം ദിസ് ടേം ഈസ് നെഗ്ലക്റ്റഡ്, വി ക്യാൻ നെഗ്ലക്ട് ദിസ് ടേം ഫ്രം യെസ്. സോ യു എഫ് ആർ ടി എഴുതി വെച്ച് നമ്മൾ പറയുവാണ്, കുറെ കാര്യങ്ങൾ പറയണം. This product is in the direction of unit vector r. R cross that value r ന്റെ ഡയറക്ഷനിലായിരിക്കും ഉത്തരം കിട്ടുന്നത്. But here this r or this r dot e, ഇവിടെ യൂണിറ്റ് വെക്ടർ r എന്നല്ലേ പറഞ്ഞു, r dot e ആണ്. അപ്പം r cos തീറ്റ, ഇവിടെ എ ക്രോസ് ബി എ ബി സൈൻ തീറ്റയ്ക്ക് തീറ്റ 90 ആകുമ്പോൾ 1 ആവുള്ളൂ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ അപ്പോൾ തീറ്റ 90 കൊടുത്ത് കഴിയുമ്പോൾ ഈ ടൈം 0 ആകും. സോ അവർ ഇക്വേഷൻ ഫോർ എസ് റേഡിയേറ്റഡ് ഈക്വൽ ടു 1/μ0c ഇ സ്ക്വയർ ആർ. ഇ സ്ക്വയർ റേഡിയേറ്റഡ് എന്നോട് എഴുതിയേക്കാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇവിടെ നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിൽ എസ് എത്തി അല്ലേ. ഇനി നേരത്തെ നമ്മൾ ഈക്കാവുന്ന ഒരു ടേം നെഗ്ലക്ട് ചെയ്ത്, പിന്നെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇ, ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ എസ്. അത് രണ്ടും ഒന്നോടെ എടുത്തെഴുതിക്കേ, ന്യൂ ഇയും ന്യൂ എസും. ദാറ്റ് ഈസ് ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക, ഇതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുക. ഒന്നോടെ എടുത്തെഴുതാം. ഇ റേഡിയേറ്റഡ് ഈസ് ഈക്വൽ ടു q/4πε0 r by r dot u all cube into r cross u cross a. ഇനി ഇവിടെ നോക്കി, നമ്മൾ നേരത്തെ ഒരു ടേം പറഞ്ഞായിരുന്നു ഈ യുവിന്റെ വാല്യൂ അല്ലേ. യു എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, വെയർ യു ഈസ് ഈക്വൽ ടു സി ആർ മൈനസ് വി. ഓർക്കുന്നുണ്ടോ, ഒരു കണ്ടീഷൻ എടുത്തായിരുന്നു. ഇനി ഒരു അസംഷൻ എടുക്കുവാണ്. നമ്മൾ അവിടെ പല അസംഷൻ എടുത്തില്ലേ, അസംഷൻ 1, അസംഷൻ 2, അസംഷൻ 3 അല്ല, അപ്രോക്സിമേഷൻ 1. പക്ഷെ ഇവിടെ അസംഷൻ എന്ന് പറയുന്നില്ല പ്രത്യേകിച്ച്. ജനറലി ഞാനൊരു അസംഷൻ അങ്ങ് പറയുവാണ്. കൺസിഡർ ദ അസംഷൻ അറ്റ് എനി പോയിന്റ് ദിസ് ചാർജ്, ഒരു പർട്ടിക്കുലർ സെക്കൻഡിലെ പർട്ടിക്കുലർ ടൈമിൽ ഈ ചാർജ് ക്യൂ എന്ന് പറയുന്നത് റെസ്റ്റിലെ. ഈ ചാർജ് ക്യൂ റെസ്റ്റിലായ വി എത്രയാകും, 0 ആകും. അപ്പൊ നമുക്ക് യുവിന് പകരം എന്നാ എഴുതാം, സി ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ. നൗ substitute this value of unit vector cr in this equation and solve. a cross b cross c അവിടെ നിൽക്കട്ടെ. സിയുടെ ടേമിൽ ഇവിടെ യു കൊടുക്കണം, ഇവിടെ സി ആർ എന്ന് കൊടുക്കണം, ഇവിടെയും സി യൂണിറ്റ് വെക്ടർ ആർ എന്ന് കൊടുത്ത് സോൾവ് ചെയ്യുമ്പം we obtain the value of E radiated is equal to ഇവിടെ ഒരു എപ്സിലോൺ 0 ഉണ്ടല്ലേ. എപ്സിലോൺ 0 ഇവിടെ യു ചെയ്ത് കഴിയുമ്പം സി ആർ വരും. അപ്പം
സി ക്യൂബ് വരും. ഒരു എപ്സിലോൺ സീറോയും ഇവിടെ കിടക്കുന്ന ഈ ഒരു എപ്സിലോൺ സീറോയും ഇതിനകത്ത് തന്നെ ഒരു സിയും കൂടെ ഞാൻ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു സി സ്ക്വയർ ഉണ്ട്, സി ക്യൂബ് അവൻ തന്നെ അല്ലേ, മൊത്തം സി ക്യൂബ് ഉണ്ട്, ഒരു എപ്സിലോൺ സീറോ ഇവിടെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. നമുക്കറിയാം 1/√of μ0 എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് സി ആണ്, അല്ലെങ്കിൽ 1/μ0 എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് സി സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ 1/μ0 എന്ന് പറയുന്നത് എപ്സിലോൺ സീറോ സി സ്ക്വയർ ആണ്, അല്ലെങ്കിൽ μ0 എന്ന് പറയുന്നത് 1/ε0 സി സ്ക്വയർ. ഇവിടെ താഴെ വരുന്നതിനകത്ത് ഒരു എപ്സിലോൺ സീറോ യുവിന് സി ആർ എന്ന് കൊടുത്തു, ഇവിടെയും യുവിന് സി ആർ എന്ന് കൊടുത്തു. അപ്പൊ ഒരു സി ക്യൂബ് വരും അല്ലേ. ഇപ്പൊ എപ്സിലോൺ സീറോ സി സ്ക്വയറിന് പകരം μ0 1/, ഇപ്പൊ μ0 മോളിൽ പോകും, μ0 ക്യൂ ഡിവൈഡഡ് ബൈ 4π, പിന്നെ 4π ഇത് ചെയ്തു പറഞ്ഞല്ലോ അല്ലേ. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം, എ ക്രോസ് ബി ക്രോസ് ചെയ്യണം. അപ്പം അതിനകത്ത് ഒരു കോമൺ ആറ് പുറത്തെടുത്താൽ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആറോടെ മിച്ചം വരും. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. മുമ്പേ ഞാൻ ചെയ്തതാണ് എ ക്രോസ് ബി ക്രോസ് സിയുടെ, രണ്ടെണ്ണം ഒരുപോലെയാവും. അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം യൂണിറ്റ് വെക്ടർ ആർ ഇൻറ്റു ആർ ഡോട്ട് എ മൈനസ് വെക്ടർ എന്ന് കിട്ടും. ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ഡോട്ട് വെക്ടർ എ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ മൈനസ് യൂണിറ്റ് വെക്ടർ എ. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ ഫോർ ഇ റേഡിയേറ്റഡ്. ഇക്വേഷൻ നമ്പർ 6. ഇനി തീർന്നില്ല. ഈ റേഡിയേറ്റഡ് കിട്ടിയാൽ നമ്മൾ പിന്നെ എന്നാ ചെയ്യണം, എന്നാ ചെയ്യണം, ഈ കിട്ടിക്കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ എസിലേക്ക് ഒന്നുകൂടെ തിരിച്ചു കൊടുക്കാം, 1/μ0 ഇൻറ്റു ഇ ക്രോസ് ബി. അപ്പം ബിയുടെ ഇക്വേഷൻ നേരത്തെ എഴുതിയിട്ടുണ്ട്, 1/c ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ ക്രോസ് ഇ. ഇവിടെ നമ്മൾ ഇയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അത് വളരെ വലിയ സ്റ്റെപ്പുകളാവും. സോ you just write by solving, by substituting E and B in equation number S or Poynting vector, then S of radiation become 1/μ0 c into μ0 q by 4πr whole square into a square minus r dot a whole square into unit vector r. ഇവിടെ ഒരു പ്രശ്നം ഇനിയുണ്ട്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണത്. അതിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എടുക്കാം. ഓക്കെ, അത് ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. ബൈ സോൾവിങ് ദീസ് ടു തിങ്സ് in terms of theta, this S radiated equal to μ0 q square a square by 16 pi square c into sin square theta by r square into unit vector r. That is equation number 7. ഇനി പഴയ നമ്മളുടെ അടുത്ത് ഇലക്ട്രിക് ഡൈപോളിന്റെ നിങ്ങൾ പഠിച്ചില്ല ഈ ഇക്വേഷൻ. ഇലക്ട്രിക് ഡൈപോളിന്റെ എസ് എന്നാ പഠിച്ചേ? ഇലക്ട്രിക് ഡൈപോളിന്റെ എസ് എന്നായിരുന്നു പറയാരേലും? അതല്ലേ നിങ്ങൾ എഴുതി പഠിച്ചെന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു തന്നെ. ഇലക്ട്രിക് ഡൈപോളിന്റെ എസ് എത്ര കിട്ടി? ഫൈനൽ എസ് ഒരു സെക്കൻഡ് ഞാൻ എഴുതി എടുത്തോട്ടെ. എസ് ഈക്വൽ ടു μ0/c into into T0 omega square by 4 pi μ0/c into
B0 എന്നാ പറഞ്ഞ് കേട്ടില്ലേ? B0 by C into T0 omega square by 4 pi sin theta by B0 r. B0 omega square by 4 pi into sin square theta ഇല്ലേ? ഇല്ല. Sin Oh, theta. A2 final equation average അതാണ് സാറേ. yes. ഓക്കെ E0 അല്ല കേട്ടോ, P0 ആണ്. ഡൈപോൾ മൊമെന്റ് അല്ലേ? 2aq കൊടുത്തിട്ട് എഴുതി. ഓക്കെ ഫൈൻ, അത് പറ. ഓക്കെ mu0 mu0 P0 square P0 square omega raised to 4 omega raised to 4 by Hmm. 32 pi square E 32 pi square EO CO E C C into sin square theta by r square dot r. ഇത് തന്നെയല്ലേ ഇവിടെയും വന്ന് നിന്നേ നോക്കിയേ. എന്ത് വ്യത്യാസം വന്നു? എല്ലാത്തിന്റെ എസ് ഏകദേശം ഈ ഒരു ഫോമിലാണ് കിട്ടുന്നത്. ഇത് ഇലക്ട്രിക് ഡൈപോളിന്റെ, ഇതിപ്പോ നമ്മൾ ചെയ്ത പോയിന്റ് ചാർജിന്റെ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഷേപ്പ് എന്തായിരുന്നു? Donut. യെസ്, ഇവിടെ അങ്ങനെ പറഞ്ഞാൽ മതി. This has a or the radiation emitted by a point charge in outward direction in the shape of a donut. ഡോനറ്റ് വരയ്ക്കണം പരീക്ഷയ്ക്ക്, ഇത് മസ്റ്റാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അകന്നു വരും. അപ്പൊ ഒരു ഡോനറ്റിന്റെ ഷേപ്പില് നമുക്ക് കിട്ടി. ഇനി ഇവിടെ എന്നാക്കിയുണ്ട്? ഓരോന്നും പറയണം നമ്മൾ, ചുമ്മാ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. വെക്ടർ എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആട്ടോ. നിങ്ങൾ ആരും ഇതുവരെയും ചോദിച്ചില്ല അത് എന്തെന്ന്. ഞാൻ ചോദിക്കുമെന്ന് കരുതിയായിരുന്നു. വെക്ടർ എ നമ്മൾ ആക്സിലറേഷന്റെ ഫീൽഡ് മാത്രം കൺസിഡർ ചെയ്തു. റിട്ടാർഡ് പൊട്ടൻഷ്യൽ ചെയ്തപ്പം വെലോസിറ്റി വിയും അവിടെ ആക്സിലറേഷന്റെ എയും ഈ കണ്ടുപിടിച്ചപ്പോൾ അവിടുന്ന് വന്നതാണ് ലിനാർഡ് വിച്ചാർഡ് പൊട്ടൻഷ്യൽ. ഇതാണ് വെക്ടർ എയുടെ ഡയറക്ഷൻ, ഇതാണ് നമ്മുടെ ആറിന്റെ ഡയറക്ഷൻ. ഇത് തീറ്റ. അങ്ങനെയെങ്കിൽ സൈൻ തീറ്റയുടെ ടേം. അപ്പൊ ഈ 6 എങ്ങോട്ടായിരിക്കുമ്പോഴാണ് മാക്സിമം റേഡിയേഷൻ കിട്ടുന്നത്? സൈൻ തീറ്റയുടെ ടേം. അപ്പം സൈൻ 90 ആണ് മാക്സിമം അല്ലേ? അപ്പം when the theta, the angle between this r and this acceleration become 90 degree, we obtain the maximum radiation. അപ്പൊ ഇങ്ങനെയാണ് എ ഇരിക്കുന്നതെങ്കിൽ അതിന് കൃത്യം പെർപെൻഡിക്കുലർ വെച്ചാൽ ഇങ്ങനെ കിട്ടും. നോക്കിയാൽ മതി, ഡോണറ്റ് ഷേപ്പ് വരുമ്പോഴത്തേന് മുമ്പേ പറഞ്ഞ റേഡിയൽ ഡയറക്ഷൻ ഇത് 90 ആവും. ഈ ഡയറക്ഷൻ ഇവിടെ ആയിരിക്കും മാക്സിമം വാല്യൂ ഓഫ് എസ് റേഡിയേഷൻ കിട്ടും. That means that is perpendicular to the direction of A. And തീരുവ. Now by using this S, we can find out the value of power radiated or average power, that is equal to integral of S radiated into dA. That is equal to mu0 q square a square by 16 pi square c integral sin square theta by r square into unit vector r. നമ്മൾ ആ ഡി ആറിനെ പിന്നെ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഇതെല്ലാം പഴയ സ്റ്റെപ്പുകൾ തന്നെ കേട്ടോ. ഇവിടെ ഡി എ എന്ന് പറഞ്ഞ ടീമിന് പകരം ആംഗിളിന്റെ പോളാർ കോർഡിനേറ്റ്സിന്റെ ടീമിലോട്ട് മാറ്റി. സാർ അപ്പൊ ഒരു ആർ സ്ക്വയർ കൂടെ വരൂലേ? ഏതാ? അല്ല, പോളാർ കോർഡിനേറ്റിലോട്ട് മാറ്റുമ്പോ ഡി എക്ക് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്നല്ലേ? ഇവിടെ സോൾവ് ചെയ്ത് കഴിയുമ്പോഴേ ഒരു ആർ ബൈ ആർ ഒരു മോഡുലസ് ആറിന്റെ ടേം വരും ഇന്റഗ്രേഷൻ കഴിയുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ ഈ യൂണിറ്റ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ആർ ബൈ മോഡുലസ് ആർ ഇല്ലേ, അതിന് സ്ക്വയർ വരുമ്പം ആ ടേം കട്ടായി പോകുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു യൂണിറ്റ് ആർ വന്നത്, യൂണിറ്റ് വെക്ടർ ആയി പോകുന്നത് കേട്ടോ. സോ നൗ
ഇതിന്റെ അവിടുത്തെ വാല്യൂ ഓർക്കുന്നുണ്ടോ? ഇതിന്റെ വാല്യൂ ഓർമ്മയുണ്ടോ? നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകണ്ട. അല്ലെ ദാറ്റ്സ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ വാല്യൂ പറയുകയാണെങ്കിൽ എളുപ്പം ഞാൻ പറഞ്ഞുതരാം. μ0 q² a². അതിനൊരു വ്യത്യാസം വരികയല്ലോ. ഇവിടെ വരുമ്പം sin² θ d θ. ഓർക്കുന്നുണ്ടോ? ഫൈ എന്ന് പറയുന്നത് നമ്മൾ 0 to 2π ചെയ്യും, ഒരെണ്ണം 0 to π ചെയ്യും. അങ്ങനെയൊക്കെ ഓർക്കുന്നുണ്ടോ? രണ്ട് ഇന്റഗ്രേഷൻ വരുന്നത് ഉണ്ടെന്നേ. That's equal to final equation ഓർത്താ. That's equal to P equal to μ0 q² a² by 6πc. ഇവിടെ കൊണ്ട് തീരും. That is the final equation for the radiation produced by a point charge in a trajectory motion. റെസ്റ്റിലല്ല കേട്ടോ, ശ്രദ്ധിച്ചോ. എ പോയിന്റ് ചാർജിനെ ട്രജക്ടറി മോഷൻ. പക്ഷെ ഇവിടുന്ന് ഒരു ഷോർട്ട് ആൻസർ ചോദിക്കും. ഇനി ചോദിക്കാം. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാർമർ ഫോർമുല. This equation is only valid in the case of v is very less than that of light. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഒരു വെലോസിറ്റി ഫീൽഡ് നെഗ്ലക്ട് ചെയ്ത് വെച്ച് ആക്സലറേഷൻ ഫീൽഡ് മാത്രം എടുത്തില്ലേ. ഈ എടുത്തപ്പം only consider acceleration field. അവിടെ നമ്മൾ എന്ത് ചെയ്തു? neglected velocity field. അപ്പൊ v very less than c ആകുമ്പോഴാണ് ഈ ഇക്വേഷൻ വാലിഡ് ആവുന്നത്. ഇനി ഈ വെലോസിറ്റി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആയ നമ്മൾ എന്നാ പറയും? അതിനെ റിലേറ്റീവ് മോഷൻ എന്ന് വിളിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് റിലേറ്റിവിറ്റിക്കകത്ത് ഒരു ഗാമയുടെ ടൈമൊക്കെ, ഗാമ ഈക്വൽ ടു 1/√(1 - v²/c²). ഹരി കേട്ടുണ്ടോ ഇത്? x prime is equal to gamma into x minus vt, y prime is equal to y, z prime is equal to z, t prime is equal to gamma into 1 - v²/c². Lorentz transformation equation. That is in the case of the velocity of the object is very near to the velocity of light. ഇനി നമ്മൾ പറയാണ്. അപ്പൊ ഇതാണ് വ്യത്യാസം തന്നെ. ലാർമർ ഫോർമുലയിൽ നിന്ന് നമ്മുടെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. Then this p become μ0 q² by 6πc തന്നെ ഇൻറ്റു ഇവിടെ ഒരു ഗാമ റേസ് ടു 6 വരും. അത്രയും മടങ്ങ് വർധനമുണ്ട്. ഇൻറ്റു a² പകരം a² മൈനസ് velocity cross a/c whole square. This is the നമ്മൾ പറഞ്ഞ Linard generalization for the power radiated by the trajectorial motion of a point charge. In this case, the power radiated is enormously increased. വളരെ അധികം വർദ്ധിക്കും. ഈ ഗാമ റേസ് ടു 6 എന്ന് പറയുന്ന പവറിലേക്ക് വളരെ അധികം വർദ്ധിക്കും. അപ്പൊ ചോദിക്കാം, ഒരു പോയിന്റ് ചാർജ് ഒരു ട്രജക്ടറി മൂവ് ചെയ്യുന്നതിന്റെ വെലോസിറ്റി അപ്രോക്സിമേറ്റ്ലി ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ എന്നാ പറ്റും? ഇറ്റ് റേഡിയേറ്റഡ് വെരി എനോർമലസ് വാല്യൂ ഓർ ലാർജ് വാല്യൂ ഓഫ് റേഡിയേഷൻ in the perpendicular direction. Clear അല്ലേ? ആ കൺസെപ്റ്റ് പറഞ്ഞത്. ഗാമ വന്നത് റിലേറ്റിവിസ്റ്റിക്, ഇത് ഞാനിങ്ങനെ ഇങ്ങോട്ട് എടുത്തതാ. അത് എനിക്ക് തോന്നുന്നു അത് സിമ്പിളായിട്ട് നമ്മൾ ഡിഗ്രിയിലോ മറ്റോ പഠിക്കുന്നുണ്ട് ഇക്വേഷൻസ് ഒക്കെ, ട്രാൻസ്ഫർമേഷൻ കേസിൽ ഇൻ ടേംസ് ഓഫ് ഗാമ. ഐ തിങ്ക് ഇവിടം വരെ എഴുതിയാൽ മതി, അല്ലേ പിന്നെ നിങ്ങൾ എഴുതി അതൊരു വലിയ ഇതാക്കി കളയും.